ഹായ് ഓൾ, എല്ലാവർക്കും ഏസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുവരെ വിവിധ ഫേസുകളിലായി നടന്ന LDC പരീക്ഷയിലെ പ്രധാനപ്പെട്ട IT ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ കുറച്ച് അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. അപ്പം ഈ വരുന്ന മലപ്പുറം LDC മുമ്പായി ഒരു ക്വിക്ക് റിവിഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേഗം ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ ചോദ്യമായി വന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്. അപ്പോൾ അതിൽ ഒന്നാമതായി പറയുന്ന പ്രസ്താവനയാണ് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്നും ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ഒന്നാമത്തെ പ്രസ്താവന നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്നും ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കൃത്യമായിട്ടും ശരിയാണ്. രണ്ടാമതായി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ റിസൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ വസിക്കുന്ന പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു നിർദ്ദിഷ്ട ജോലി നിർവഹിക്കാൻ രൂപകൽപ്പന ചെയ്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഒരു പ്രസ്താവന പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു പ്രസ്താവന പൂർണ്ണമായിട്ടും തെറ്റാണ്. ഈ ഒരു നിർദ്ദിഷ്ട ജോലി നിർവഹിക്കാൻ രൂപകൽപ്പന ചെയ്യുന്ന പ്രോഗ്രാമുകളെ നമ്മൾ വിളിക്കുന്ന പേര് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് പറയാം. അപ്പോൾ അതിൽ നമ്മളിവിടെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത്. ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സോഫ്റ്റ്വെയറിനെ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. അതിൽ ഒന്നാമത്തേതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതും രണ്ടാമത്തേതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സിസ്റ്റം പ്രവർത്തിക്കാൻ ആവശ്യമായി വരുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിന് നമുക്ക് 3 ഉദാഹരണങ്ങളാണ് പറയാൻ സാധിക്കുന്നത്. ഒന്നാമത്തേതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, രണ്ടാമത്തേതാണ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത്, മൂന്നാമത്തേതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് പുറത്തിറങ്ങുന്ന എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും, മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 10, വിൻഡോസ് 11, അതേപോലെ വിൻഡോസ് XP, ഇതെല്ലാം തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അതിൻ്റെ ലിനക്സിൻ്റെ വേർഷൻസിലേക്ക് വരുന്ന സമയത്ത് ലിനക്സിൻ്റെ ഉബുണ്ടു, അതേപോലെ നമ്മൾ സ്കൂളുകൾ യൂസ് ചെയ്യുന്ന IT8 സ്കൂള്, ഫെഡോറ, അതേപോലെ റെഡ് ഹാറ്റ് ലിനക്സ്, ഇതെല്ലാം തന്നെ ലിനക്സിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. അപ്പോൾ അവിടെ ചോദിച്ചൊരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നമ്മളെ ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ മാക് OS ആണ് ആപ്പിളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് DRDO വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് മായ എന്നതാണ്. DRDO വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ. ഇനി രണ്ടാമത്തെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ രണ്ടാമത്തേതാണ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്ന ഭാഗം. ആ ലാംഗ്വേജ് പ്രോസസ്സറിലേക്ക് വരുന്ന സമയത്ത് 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അസംബ്ലർ ഒന്നാമത്തേതാണ് അസംബ്ലർ എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുവാനാണ് അസംബ്ലർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേതാണ് കമ്പൈലർ എന്ന് പറയുന്നത്. കമ്പൈലറിൻ്റെ പ്രത്യേകത ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുവാനാണ് കമ്പൈലർ ഉപയോഗിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ മൂന്നാമത്തേതാണ് ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജാക്കി മാറ്റാനാണ് ഇൻ്റർപ്രിറ്ററിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പൈലറും ഇൻ്റർപ്രിറ്ററും ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജാക്കി മാറ്റാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ചെറിയൊരു വ്യത്യാസമുള്ളത്,
കമ്പൈലർ ആണെങ്കിൽ ഒരു പ്രോഗ്രാമിനെ ഒറ്റ തവണ കൊണ്ട് തന്നെ ഒരു ഹോൾ പ്രോഗ്രാമിനെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ലൈൻ ബൈ ലൈനായി ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും ലോ ലെവൽ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. പിന്നെ അവിടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ പാക്കേജുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. നമ്മളെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, മൈക്രോസോഫ്റ്റ് വേർഡ്, അതിൽ ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഇങ്ങനെയുള്ള വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ്. അതുപോലെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ്, പവർ പോയിൻ്റ് പോലെയുള്ള അതായത് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ കാർബൺ പകർപ്പുകൾ, കാർബൺ കോപ്പീസ് നിർമ്മിക്കാൻ കഴിയുന്ന പ്രിൻ്റർ ഏതാണെന്നാണ് ചോദിച്ചത്. കാർബൺ കോപ്പീസ് നിർമ്മിക്കാൻ കഴിയുന്ന പ്രിൻ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററാണ്. കാർബൺ കോപ്പി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രിൻ്റർ എന്ന് പറയുന്നത് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിൻ്ററിന് രണ്ട് കാറ്റഗറി, ഒന്ന് ഇമ്പാക്റ്റ് പ്രിൻ്റർ, അതേപോലെ തന്നെ രണ്ടാമതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. ഇമ്പാക്റ്റ് പ്രിൻ്ററും അതേപോലെ രണ്ടാമത്തതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. അപ്പോൾ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെയാണ് ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ വരുന്നത്. ഒന്ന് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, രണ്ടാമത് ഡെയ്സി വീൽ പ്രിൻ്റർ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, അതുപോലെ ഡെയ്സി വീൽ പ്രിൻ്റർ, ലെറ്റർ ക്വാളിറ്റി പ്രിൻ്റർ, ലെറ്റർ ക്വാളിറ്റി പ്രിൻ്റർ, ഡ്രം പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ഡ്രം പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ഇതെല്ലാം തന്നെ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിന് ഉദാഹരണങ്ങളാണ്. ഇനി നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിന് ഉദാഹരണങ്ങളിലേക്ക് വരുന്ന സമയത്ത് ലേസർ, ഇങ്ക് ജെറ്റ്, തെർമൽ, ഈ പറയുന്ന പ്രിൻ്റേഴ്സ് എല്ലാം തന്നെ എന്തിന് ഉദാഹരണങ്ങളാണ്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ വളരെ വേഗത്തിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്ത് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടാത്തത് ഏതാണ്? വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റങ്ങൾ പെടാത്തതാണ് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പാണ് വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റങ്ങൾ വരാത്തത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് IT സെക്ഷൻസ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഓർമ്മയിൽ വെക്കാം. 66A എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ അപകീർത്തികരമായിട്ട് അല്ലെങ്കിൽ അപമാനപ്പെടുത്തുന്ന രീതിയിൽ സന്ദേശങ്ങൾ അയക്കുന്നതാണ് 66A എന്ന് പറയുന്നത്. 66B എന്ന് പറയുന്നത് മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും കുറ്റകരമാണെന്ന് പറയുന്ന സെക്ഷനാണ് 66B. 66C എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ കൈവശപ്പെടുത്തി ദുരുപയോഗം ചെയ്യുന്നതാണ് 66C എന്ന് പറയുന്നത്. 66D എന്ന് പറയുന്നത് ആൾമാറാട്ടത്തിനെ കുറിച്ചാണ്, ചീറ്റിങ്ങിനെ കുറിച്ചാണ് 66D എന്ന് പറയുന്നത്. 66E എന്ന് പറയുന്നത് സ്വകാര്യതയുടെ ലംഘനമാണ് 66E എന്ന് പറയുന്നത്. 66F സൈബർ ടെററിസത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഇതൊരു മാൽവെയറിന് ഉദാഹരണമാണ്. ഈ ഒരു ചോദ്യം ഈ അടുത്ത് നടന്ന 2 പരീക്ഷകളിൽ ഈ ഒരു ചോദ്യം ആവശ്യമായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം നടന്നത് തിരുവനന്തപുരം LDC പരീക്ഷയിലാണ് ഈ ഒരു ചോദ്യം ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ഡാം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫോണുകളെ ബാധിക്കുന്ന ഒരു മാൽവെയർ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ഏത് കമ്പനിയാണ് വാട്സൺ എക്സ് എന്ന് പറയുന്ന AI ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്? അത് പുറത്തിറക്കിയ കമ്പനിയുടെ പേരാണ് IBM എന്ന് പറയുന്നത്. അപ്പോൾ IBM പുറത്തിറക്കിയ ഒരു AI ആപ്ലിക്കേഷൻ്റെ പേരാണ് വാട്സൺ എക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഗൂഗിൾ പുറത്തിറക്കിയ AI ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ഗൂഗിൾ പുറത്തിറക്കിയ AI ആപ്ലിക്കേഷൻ്റെ പേര് ജെമിനി എന്നതാണ്. ഗൂഗിൾ പുറത്തിറക്കിയ AI ആപ്ലിക്കേഷൻ്റെ പേര് ജെമിനി എന്നാണ്. അതേപോലെ മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ AI ആപ്ലിക്കേഷൻ്റെ പേര് കോ പൈലറ്റ് എന്നാണ്. മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ AI ആപ്ലിക്കേഷൻ്റെ പേര് കോ പൈലറ്റ് എന്നാണ്. മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ AI ആപ്ലിക്കേഷൻ്റെ പേര്. അതേപോലെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നു. അപ്പം ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങൾ പരസ്പരം വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഹബ്ബും അതേപോലെ തന്നെ സ്വിച്ചും ഉപയോഗിക്കുന്നത്. പ്രസ്താവന ശരിയാണ്. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്നു. അപ്പോൾ ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ എല്ലാ കമ്പ്യൂട്ടറിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൈമാറുന്നുണ്ട്. സോ ആ പ്രസ്താവനയും എന്താണ്, ശരിയാണ്. ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരങ്ങൾ കൈമാറേണ്ടത് അതിലേക്ക് മാത്രമാണ് സ്വിച്ച്
കുറച്ച് നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നത് അയക്കുന്നുള്ളൂ. ഇപ്പോൾ ഹബ്ബും സ്വിച്ചും യഥാർത്ഥത്തിൽ ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നെറ്റ്വർക്കുകൾ രൂപീകരിക്കുവാൻ വേണ്ടിയാണ് ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നത്. അവിടെ ബേസിക് ആയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവാണ്, എഫിഷ്യൻ്റ് ആണ്, ഇൻ്റലിജൻ്റ് ആണ് സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ്. അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഹബ്ബും സ്വിച്ചും ഒരേ പ്രവർത്തനമാണെങ്കിൽ പോലും സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് ഇൻ്റലിജൻ്റ് ആണ്. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഡാറ്റകൾ പാസ് ചെയ്യുന്ന സമയത്ത് ഹബ്ബ് എല്ലാ ഡിവൈസിലേക്കും അയക്കുന്നു, പക്ഷേ സ്വിച്ച് ഏത് ഡിവൈസിലേക്കാണോ അയക്കേണ്ടത് ആ കറക്റ്റ് ലക്ഷ്യസ്ഥാനത്തിലേക്ക് മാത്രമാണ് ഈ ഡാറ്റ എന്ത് ചെയ്യുന്നുള്ളൂ, പാസ് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ ഈ 3 പ്രസ്താവനകളും ശരിയാണ്, എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടുത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, ശരിയായ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉദാഹരണം ഏതാണ് ആൻഡ്രോയിഡ് ആണ് അല്ലേ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉദാഹരണം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ആണ്. ബ്രൗസർ സോഫ്റ്റ്വെയർ ഏതാണ്, ഫയർഫോക്സ് ആണ്. അതേപോലെ ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏതാണ്, ജോയിസ്റ്റിക് ആണ്. ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണം ഏതാണ്, പ്ലോട്ടർ ആണ്. ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണം പ്ലോട്ടർ ആണ്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് 4, ഒന്നാമത്തേത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മൂന്നാമത്തേതാണ്. അതേപോലെ 2, 1 വരുന്നത്. അതുപോലെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് 4, ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് 2. സോ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ഓപ്ഷനാണ്, 4ാമത്തെ ഓപ്ഷനാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ ശരിയായ ആൻസർ എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ആ ഇൻപുട്ട് ഡിവൈസസിൻ്റെ പേരുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻപുട്ട് ഡിവൈസസ് പഠിക്കുന്ന സമയത്ത് പോയിൻറ്റിംഗ് ഡിവൈസസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് പലപ്പോഴും പരീക്ഷയിൽ ഇപ്പോൾ ചോദിക്കാറുണ്ട്. പോയിൻറ്റിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോൾ മൗസ് ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്, ജോയിസ്റ്റിക്ക് ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്, ലൈറ്റ് പെൻ ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്. അതേപോലെ തന്നെ സ്റ്റൈലസ് എന്ന് പറയുന്നത് ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്. അതേപോലെ തന്നെ ട്രാക്ക് ബോൾ എന്ന് പറയുന്ന ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്. ടച്ച് പാഡ് അല്ലെങ്കിൽ ട്രാക്ക് പാഡ് എന്ന് പറയുന്നത് ഒരു പോയിൻറ്റിംഗ് ഡിവൈസിന് ഉദാഹരണമാണ്. സോ ബാക്കിയുള്ള ഇൻപുട്ട് ഡിവൈസസും അതേപോലെ ഔട്ട്പുട്ട് ഡിവൈസസും അതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കി വെക്കുക. ഓൾറെഡി നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ പ്രിൻ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സംവിധാനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സേവനം എന്ന് പറയുന്നത്. നമ്മൾ സിലബസിലുള്ള ഈ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നേരത്തെയും ചോദിച്ചൊരു ചോദ്യമാണ്, സേവനമാണ് മൊബൈൽ ആപ്പിൻ്റെ പേര്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്, ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഐരാവതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ വിവരസാങ്കേതിക വകുപ്പിലെ 66A ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഹാക്കിംഗ് ആണോ, അല്ല ഹാക്കിംഗ് 66 ആണ്, സെക്ഷൻ 66 ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്നത്. ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കുന്നത്, ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കുന്നതാണ്. കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ ടാമ്പർ ചെയ്യൽ എന്ന് പറയുന്നത് സെക്ഷൻ 65ആണ്. അതുപോലെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് 66C ആണ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, പറഞ്ഞിട്ടുണ്ട്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ്. ഗൂഗിൾ എന്തായാലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല, ആമസോൺ എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് കീഴിലല്ല, ആപ്പിളും ഇന്ത്യ ഗവൺമെൻറ് കീഴിലല്ല. പിന്നെ അവിടെ ഉത്തരമായി വരുന്ന ഏതാണ്, NIC ആണ്, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ നെറ്റ്വർക്കാണ്. NIC ആണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ക്ലൗഡ് സർവീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് IoTയുടെ പൂർണ്ണരൂപം എന്താണ്. IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. IoTയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാന്നുള്ള ചോദ്യം അല്ലേ. അപ്പം തന്നിരിക്കുന്ന ഒന്ന് ഒറാക്കിളാണ്, രണ്ടാമത്തത് MS ആക്സസ് ആണ്. അതേപോലെ തന്നെ മൂന്നാമത്തതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. അതേപോലെ നാലാമത്തതാണ് MySQL എന്ന് പറയുന്നത്. അപ്പം ഒറാക്കിള്, MS ആക്സസ്, അതേപോലെ മൈക്രോസോഫ്റ്റ് എക്സൽ, അതേപോലെ MySQL എന്ന് പറയുന്നത്. സോ ഈ ഒറാക്കിൾ എന്ന് പറയുന്നത് ഒരു DBMS സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ
MS ആക്സസ് എന്ന് പറയുന്നതും ഒരു DBMS സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. അതേപോലെ MySQL എന്ന് പറയുന്നതും ഒരു DBMS സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. സോ ഇവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലെങ്കിൽ MS എക്സൽ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ആൻസറായിട്ട് വരുന്നത്. സോ ഇതൊരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെയും ആ ഒരു പേരുകളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നാവും. അത് ആ ഒരു ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ഒരുപാടായിട്ട് എന്ത് ചെയ്യുന്നു പരീക്ഷയിൽ ചോദിക്കുന്നുണ്ട്. ഇനി അവിടെ അടുത്തതായി നോക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തതേത്, ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തതേതാണെന്ന് ചോദിച്ചത്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് നോക്കിക്കേടാ, ഒന്ന് ഹെഡ്ഫോണ്, അതേപോലെ സ്പീക്കർ, അതുപോലെ സൗണ്ട് കാർഡ്, മൈക്രോഫോണ്. ഈ മൈക്രോഫോൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻപുട്ട് ഉപകരണമാണ്. സോ മൈക്രോഫോൺ അല്ലെങ്കിൽ മൈക്ക് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. സോ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, മൈക്രോഫോണാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റൂമിനുള്ളിലോ ഒരു കെട്ടിടത്തിനുള്ളിലോ ഒക്കെ കാണപ്പെടുന്ന നെറ്റ്വർക്കാണ് ലാൻ എന്ന് പറയുന്നത്. ഒരു നഗരത്തിൻ്റെ പരിധിയിൽ വരുന്ന നെറ്റ്വർക്കാണ് മാൻ എന്ന് പറയുന്നത്. അതേസമയം പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തിയുടെ സറൗണ്ടിങ്സിൽ വരുന്ന ഒരു നെറ്റ്വർക്കാണ് പാൻ എന്ന് പറയുന്നത്. വാൻ ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ്. ഈ പറയുന്ന നെറ്റ്വർക്കുകളുടെ എല്ലാം തന്നെ ഒരു കൂട്ടമാണ് വാൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ PDF-ൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നാണ്. പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നാണ് PDF-ൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ ഒന്ന്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപാട് ട്രാൻസാക്ഷൻസ് അനുവദനീയമാണ്. ഡിജിറ്റൽ ഫോർമാറ്റിൽ ഔദ്യോഗിക രേഖകൾ സൂക്ഷിക്കുന്നത് അതും എന്താണ്, നമുക്ക് അനുവദനീയമാണ്. സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയല്ലേ ശരിക്കും നമ്മൾ IT ആക്ട് 2000 വന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ആണ് എന്ത് ചെയ്യുന്നത് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ IT ആക്ട് 2000മായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വർഷമാണ് IT ആക്ട് 2000 നിലവിൽ വന്ന വർഷം എന്നാണ് 2000 ഒക്ടോബർ 17. IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്, 2000 ഒക്ടോബർ 17. അതേസമയം IT ആക്ട് 2008 നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2009 ഒക്ടോബർ മാസം 27-ാം തീയതിയാണ് IT ആക്ട് 2008 നിലവിൽ വരുന്നത്. അപ്പോൾ IT ആക്ട് 2000 2000 ഒക്ടോബർ 17, IT ആക്ട് 2008 2009 ഒക്ടോബർ മാസം 27-ാം തീയതിയാണ് നിലവിൽ വരുന്നത്. ഇനി അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്, വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചത്. അപ്പം വെബ് ബ്രൗസറിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ സഫാരി, അതേപോലെ കുക്കി, ടോക്കൺ, മൈക്രോ എന്നൊക്കെയാണ് കൊടുത്തുള്ളത്. അപ്പോൾ വെബ് ബ്രൗസർ ഏതാണ്, സഫാരിയാണ്. ഏറ്റവും വേഗത കൂടിയ വെബ് ബ്രൗസറാണ് ഇത് സഫാരി. ഗൂഗിൾ ക്രോം മറ്റൊരു വെബ് ബ്രൗസറിന് എന്താണ് ഉദാഹരണമാണ്. അപ്പം ഈ സഫാരി എന്ന് പറയുന്നതൊരു വേഗത കൂടിയ വെബ് ബ്രൗസറാണ്. മോസില്ല ഫയർഫോക്സ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു, വെബ് ബ്രൗസറിന് ഉദാഹരണമാണ്. ഇനി അടുത്തതാണ് 19ാം ദിവസം, ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം. നമ്മൾ നേരത്തെ പറഞ്ഞു ജെമിനിയാണ് ഗൂഗിളിൻ്റെ പുതിയ എന്താണ് AI സംവിധാനത്തിൻ്റെ പേര്. ChatGPT എന്ന് പറയുന്ന AI സംവിധാനം ആരംഭിച്ചത് ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയുടേതാണ് ChatGPT എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. മെറ്റ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ ഒരു ചാറ്റ് ആപ്ലിക്കേഷനാണ്. ഫേസ്ബുക്കിൻ്റെ ഒരു AI ആപ്ലിക്കേഷനാണ് മെറ്റ എന്ന് പറയുന്നത്. കോ പൈലറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, മൈക്രോസോഫ്റ്റിൻ്റെ AI ആപ്ലിക്കേഷനാണ് കോ പൈലറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് 20ാമത്തെ ക്വസ്റ്റ്യൻ, നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപകരണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, ഹബ് ഉപയോഗിക്കുന്നത്. ഡാറ്റാ പാക്കറ്റിൽ സ്വീകർത്താവിന് മാത്രമാണ് അയക്കുന്നത്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, എല്ലാ ഹബ്ബുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിലേക്കും എന്ത് ചെയ്യുന്നു, അയക്കുന്നു. സോ ഈ ഒരു പ്രസ്താവന എന്താണ്, തെറ്റാണ്. അതേപോലെ ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടുമാണുള്ളത്. ആ ഒരു പ്രസ്താവനയും എന്താണ്, തെറ്റാണ്. സോ അപ്പോൾ ഇവിടെ എന്താണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. സോ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും, സ്പ്രെഡ്ഷീറ്റിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ
എന്ത് ചെയ്യുന്നത്. ഇനി വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്ററാണ്. വയർലെസ് റിപ്പീറ്റർ ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നെറ്റ്വർക്ക് രൂപീകരിക്കാൻ ഉപയോഗിക്കുന്ന നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഉപകരണമാണ് സ്വിച്ച്. അപ്പോൾ നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഉപകരണമാണ് ഇത് സ്വിച്ച്. വയർലെസ് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിനെ ചെറിയ വിഭാഗങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട്, നെറ്റ്വർക്കിനെ പല വിഭാഗങ്ങളാക്കി മാറ്റുവാനാണ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഉപകരണത്തിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുവാനും ആശയവിനിമയം നടത്തുവാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഒരു കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുവാനും ആശയവിനിമയം നടത്തുവാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഏത്? NIC അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ താഴെ കൊടുത്തതിൽ പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മൗസ് ഒരു പോയിൻറ്റിംഗ് ഡിവൈസിന് ഉദാഹരണമാണ്. ഇനി അടുത്തതാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഒപ്പേര എന്ന് പറയുന്നത് എന്താണ്? ഒരു വെബ് ബ്രൗസർ ഉദാഹരണമാണ്. ഗൂഗിൾ ക്രോം ഓൾറെഡി എന്താണ്? വെബ് ബ്രൗസറാണ്. ഫയർഫോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെബ് ബ്രൗസറിന് ഉദാഹരണമാണ്. ഇനി ഏറ്റവും വേഗത കൂടിയ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. ഏറ്റവും വേഗത കൂടിയ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയാസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഗൈഡഡ് മീഡിയ എന്നും അൺഗൈഡഡ് മീഡിയ എന്നും. ഗൈഡഡ് മീഡിയയിലാണ് ഏത് വരുന്നത്? ഈ പറയുന്ന ട്വിസ്റ്റഡ് പെയർ കേബിൾ, കൊയാക്സൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വരുന്നത്. അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് നെറ്റ്വർക്കാണ് ഏത്? കേബിളാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ എന്ന് പറയുന്നത്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം DRDO വികസിപ്പിച്ച രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് മായ എന്ന് പറയുന്നത്. മായ. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ടത്, ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോസ് എന്ന് പറയുന്നതാണ്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ് എന്ന് പറയുന്നത്. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ താഴെ തന്നിരിക്കുന്നതിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റംസ് ഏതെല്ലാമാണ്? ഇമെയിൽ ഒരു ക്ലൗഡ് സിസ്റ്റമാണ്. ഫേസ്ബുക്ക് ഒരു ക്ലൗഡ് സിസ്റ്റമാണ്. യൂട്യൂബും എന്താണ്? ഒരു ക്ലൗഡ് സിസ്റ്റമാണ്. ഗൂഗിൾ ഡ്രൈവും ഓൾറെഡി എന്താണ്? ഒരു ക്ലൗഡ് സിസ്റ്റമാണ്. സോ ഇതെല്ലാം തന്നെ മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ എന്താണ്? ഒരു ക്ലൗഡ് സിസ്റ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ക്ലൗഡ് സിസ്റ്റംസിന് ഉദാഹരണമാണ്. സോ അടുത്തത്, താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? അപ്പോൾ ഏതൊക്കെയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസുകൾ? CD, DVD, ബ്ലൂറേ ഡിസ്ക്. ഏതൊക്കെയാണ്? CD, DVD, ബ്ലൂറേ ഡിസ്ക് ആണ് ഈ ഒപ്റ്റിക്കൽ സ്റ്റോറേജിന് ഉദാഹരണം ഏത്? അപ്പം ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ബ്ലൂറേ ഡിസ്ക്. പക്ഷേ പെൻഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡൊക്കെയാണ് വേറെ വരുന്നത്. അപ്പോൾ CD, DVD, ബ്ലൂറേ ഡിസ്ക് ആണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജിന് ഉദാഹരണങ്ങൾ. അപ്പോൾ അവിടെ സ്ഥിരം ചോദിക്കാറുണ്ട്, ഏറ്റവും സംഭരണശേഷിയുള്ള ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഏതാണ്? ബ്ലൂറേ ഡിസ്ക്. ഏറ്റവും സംഭരണശേഷിയുള്ള ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ചോദിച്ചാൽ ഏതാണ്? ബ്ലൂറേ ഡിസ്ക് ആണ്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. നമുക്ക് ഏത് സംഭവങ്ങൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇമെയിൽ വഴി നമുക്ക് അയക്കാം. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. അപ്പോൾ പരിസ്ഥിതി സൗഹാർദ്ദമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. പൂർണ്ണമായിട്ടും തെറ്റാണ്. ഇമെയിൽ വഴി എന്ത് ചെയ്യാം? വൈറസ് വ്യാപനം നടക്കാം. ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. ആ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. ശരിയല്ലാത്തതാണ് ഇവിടെ ചോദിച്ചത്. എന്താണ്? C ആണ് അവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിലുകൾ അയക്കുമ്പോൾ ഇത് എന്താണ്? ഫിഷിംഗ് ആണ്. അതായത് നമ്മളെ ഒരു യൂസറിൻ്റെ സെൻസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫിഷിംഗ്. സെൻസിറ്റീവായ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, ഓൺലൈൻ ബാങ്ക് വിവരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്നതാണ്, അവ ആക്സസ് ചെയ്യുന്നതാണ്
ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇമെയിലുകൾ വഴി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുതിയ മാർഗ്ഗങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഫിഷിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം ചെയ്യാം. അടുത്തതാണ് ഹാക്കിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം. എന്താണെന്ന് ചോദിച്ചാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ ഒരു നെറ്റ്വർക്കിലേക്കോ പ്രവേശിച്ചുകൊണ്ട് ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ പൂർണ്ണമായും തകരാറിലാക്കുന്ന പ്രവർത്തനമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ പൂർണ്ണമായും തകരാറിലാക്കുന്ന പ്രവർത്തനമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എത്തിക്കൽ ഹാക്കർ എന്ന് പറയുന്നത്. അതേസമയം ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്രാക്കർ എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ആ ഡിവൈസാണ് റൂട്ടർ എന്ന് പറയുന്നത്. റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസ് ഉദാഹരണമാണ്. അപ്പോൾ നെറ്റ്വർക്കിംഗ് ഡിവൈസുകളിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സ്വിച്ചും റൂട്ടറുമാണ്. റൂട്ടറിൻ്റെ മറ്റൊരു പോയിൻ്റായിട്ട് നമ്മൾ പറയാറുള്ളത് ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നതും ഒരേ പ്രോട്ടോക്കോളുകളിൽ പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് റൂട്ടർ എന്ന് പറയുന്നത്. ഒരേ രീതിയിലും ഒരേ പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. അതേപോലെ തന്നെ നമ്മളെ ഒരു കമ്പ്യൂട്ടറിൻ്റെ സെക്യൂരിറ്റിയെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഭാഗമാണിത് ഫയർവാൾ എന്ന് പറയുന്നത്. ബ്രിഡ്ജ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹബ്ബും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തത് ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയ ചോദ്യമാണ്. ഒരു പ്രത്യേകപരമായ ഒരു ആപ്ലിക്കേഷൻ, ഒരു പ്രത്യേകതരമായ പ്രവർത്തനം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഡാം എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ്. സോ ഇതും നേരത്തെ നമ്മൾ പറഞ്ഞു, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2 പ്രാവശ്യം ഈ ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിച്ച് വന്നിട്ടുണ്ട്. DAM ഡാം എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ്. എന്തിനെ ബാധിക്കുന്നതാണ്? ആൻഡ്രോയിഡ് ഫോണുകളെ ബാധിക്കുന്നതാണ്. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്. അപ്പോൾ ആ ഒരു സീരീസ് എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. ജിഗാബൈറ്റ്, ആ ഒരു എന്താണ് ബൈറ്റ്, എന്താണ് ബിറ്റ് എന്നുള്ളത്. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 or 1 പറയുന്ന പേരാണ് ബിറ്റ്. 0 or 1 പറയുന്ന പേരാണ് ബിറ്റ്. അതേപോലെ തന്നെ നമ്മൾ 4 ബിറ്റുകൾ കൂടി ചേരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഒരു ഹാഫ് ബൈറ്റ് അല്ലെങ്കിൽ പറയുന്ന പേരാണ് ഒരു നിബിൾ എന്നാണ് പറയുക. ഹാഫ് ബൈറ്റ് അല്ലെങ്കിൽ നിബിൾ. 8 ബിറ്റുകൾ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. 8 ബിറ്റുകൾ കൂടി ചേരുന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റ്സ് ഓഫ് മെമ്മറി എന്ത് ചെയ്യുമെന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. അതും സ്ഥിരമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതാണ് 35 തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ പറയുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നാണ് നമ്മൾ പറയുക. അത് ശരിയാണ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഫോട്ടോഷോപ്പ്, അഡോബ് ഫോട്ടോഷോപ്പ് എന്നല്ല നമ്മൾ പറയുക. അപ്പം ഇതെന്താണ്? തെറ്റാണ്. അതേപോലെ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആരുടേതാണ്? ആപ്പിളിൻ്റേതാണ്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ആരുടേതാണ്? ഗൂഗിളിൻ്റേതാണ്. ഗൂഗിളിൻ്റേതാണ്. അപ്പോൾ 1 ശരിയാണ്. അതേപോലെ തന്നെ 3 ശരിയാണ്. 1 ശരിയാണ്. അതേപോലെ 3 ശരിയാണ്. 4 ശരിയാണ്. 1 ശരിയാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ എന്തൊക്കെയുള്ളത്? 1ഉം 4ഉം ഇവ മാത്രമാണ് ശരി. തെറ്റാണ്. 1, 2, 3, 1, 2, 3 ഇവ മാത്രം ശരിയാണ്. തെറ്റാണ്. 2, 2, 4 ഇവ മാത്രം ശരിയാണ്. 1, 2, 4 ഇവ മാത്രം ശരിയാണ്. സോ ഇവിടെ ഓപ്ഷനിലൊരു കറക്ഷൻ ഉണ്ട്. സോ ഇവിടെ 1 മൈക്രോസോഫ്റ്റ് എഡ്ജ്, അതേപോലെ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ വികസിപ്പിച്ചാണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1, അതേപോലെ 3, ദെൻ 4. ഇതാണ് ഇവിടുത്തെ ശരിയായ ഇതാണ് ആൻസറായിട്ട് വരേണ്ടത്. 1, 3, 4 ഇവ മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഇനി കൂട്ടത്തിൽ ചേരാത്ത കണ്ടെത്തുക. ലാന്, വാന്, കാന്, മാന്. ഇത് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് പക്ഷേ ഫൈനൽ കീ വന്ന സമയത്ത് ആൻസർ അത് ചോദ്യം ക്യാൻസൽ ചെയ്ത് പോയി. സോ ഇതെല്ലാം തന്നെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകൾക്ക് ഉദാഹരണമാണ്. ക്യാൻ എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്.
ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? മെറ്റ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ ഒരു പാരൻറ്റിങ് കമ്പനിയാണ് ഇത് മെറ്റ എന്ന് പറയുന്നത്. അവരുടെ ഉടമസ്ഥയിലാണ് ഇൻസ്റ്റാഗ്രാം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ എന്താണ് ഫേസ്ബുക്ക് അവരുടേതാണ്, അതുപോലെ വാട്സപ്പ് അവരുടേതാണ്. സോ ഇതിൽ ആൻസറായിട്ട് വരുന്ന ഏതാണ്? ടെലഗ്രാം മാത്രമാണ്. അപ്പോൾ മെറ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ടെലഗ്രാമാണ്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ്? ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്, അല്ല. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിരന്തരമായിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്നൊരു സാധനമാണിത് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. പല പ്രമുഖരുടെയും വ്യാജ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകളൊക്കെ നിർമ്മിക്കുന്നു. സോ ഇതിനു വേണ്ടി നിർമ്മിക്കുന്ന ഒരു AI സംവിധാനമാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. അത്തരത്തിൽ വീഡിയോസ് നിർമ്മിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ഈ അടുത്ത് നടന്ന LDC പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം കാര്യങ്ങൾ പറയാൻ ശ്രമിച്ച ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു, നന്ദി.